ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ മരിച്ച വണ്ടാനം ടി മെഡിക്കൽ കോളേജിലെ 1ാം വർഷ MBBS വിദ്യാർത്ഥി എടത്വ സ്വദേശി ആൽവിൻ ജോർജിൻ്റെ സംസ്കാരം ഇന്നാണ് നടക്കുക. തലവടിയിലെ വീട്ടിൽ സംസ്കാര ശുശ്രൂഷകൾ അല്പസമയത്തിനകം തുടങ്ങും. എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ആൽവിന് മരിച്ചത്. ഇതോടെ ഇവിടെ ഈ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 7ആയി. കളർകോട് നടന്ന അപകടം പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും. വളരെ സങ്കടകരമായ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. മനീഷ്, പറയൂ. SKN നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യം കെവിൻ്റെ അമ്മ വീടായിട്ടുള്ള തലവടിയിലാണ്. തലവടിയിലെ കെവിൻ്റെ അമ്മ വീട്ടിലാണ് ഇപ്പോൾ മൃതദേഹം പൊതുദർശനത്തിന് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ആൽവിൻ്റെ അമ്മ ഇപ്പോൾ ലീന സംസാരിക്കുകയാണ്. ലീനയും ഒപ്പം തന്നെ ആൽവിൻ്റെ സഹോദരൻ കെവിനും കൂടെയുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ എടത്തുവയിൽ കൊണ്ടുവന്നിരുന്നു. പക്ഷേ ബന്ധുക്കളൊക്കെ തന്നെ വിദേശത്തു നിന്ന് അടക്കമുള്ള ആളുകൾ ഇവിടെ എത്താനുള്ളത് കൊണ്ട് തന്നെ ശവസംസ്കാരം തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ഇനി ഇവിടെ പൊതുദർശനത്തിന് ശേഷം പിന്നീട് ആൽവിൻ പഠിച്ച സെൻറ്റ് അലോഷ്യസ് സ്കൂളിൽ, ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പൊതുദർശനത്തിന് ഏകദേശം ഒരു 11 മണിയോടുകൂടി ആ സ്കൂളിലേക്ക് എത്തിക്കും. അവിടെ നിന്ന് പിന്നെ ഉച്ചയോടുകൂടി ആയിരിക്കും ശവസംസ്കാരം. എടത്വ സെൻറ്റ് ഫെറോണ പള്ളിയിലായിരിക്കും ശവസംസ്കാര ശുശ്രൂഷകൾ നടക്കുക. ഇപ്പോൾ ഈ വാഹനാപകടത്തിലെ മരണം SKN സൂചിപ്പിച്ചതുപോലെ 6 പേരാണ് മരിച്ചത്. ഏറ്റവും ദുഃഖകരമായ വാർത്ത തന്നെയായിരുന്നു. നമുക്കത് വേദനയോട് മാത്രം വരുന്ന വാർത്ത അന്നു മുതൽ തന്നെ പങ്കുവെക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോഴും അതിൻ്റെ വേദന ആർക്കും മാറിയിട്ടില്ല. ഈ വാർത്ത കണ്ടവരും ഒപ്പം തന്നെ ഈ ഇവിടെയുള്ള ആളുകൾക്കൊക്കെ തന്നെ അതിൻ്റെ ദുഃഖം തളം കെട്ടിക്കിടക്കുന്ന കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. തലവടിയിലെ ആൽവിനെ അറിയാവുന്ന 19 വയസ്സ് മാത്രമാണ് ആൽവിൻ്റെ പ്രായം. ആൽവിനെ കളിച്ച് നടന്ന നാടാണ്, ആൽവിൻ്റെ അമ്മ വീടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാവർക്കും ആൽവിൻ സുപരിചിതനാണ്. ഈ MBBSന് അഡ്മിഷൻ കിട്ടുന്നതിന് മുൻപ് നാട്ടിൽ അമ്മ വീട്ടിൽ വന്ന് എല്ലാവരോടും അഡ്മിഷൻ വിവരം കിട്ടിയ കാര്യവും ഒപ്പം തന്നെ മധുര വിതരണമൊക്കെ തന്നെ നടത്തിയിരുന്നു. അങ്ങനെ നാടിന് മൊത്തം അഭിമാനമായിരുന്ന ആൽവിൻ, പക്ഷേ ഇങ്ങനൊരു ദുരന്തം ഈ ഒരു ദിവസം ഉണ്ടാകുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. ആൽവിൻ ആശുപത്രിയിൽ കഴിയുന്ന ദിവസം തന്നെ പ്രാർത്ഥനയോടായിരുന്നു നാടുണ്ടായിരുന്നത്. അതായത് ആൽവിനെ ആദ്യം വണ്ടാനം മെഡിക്കൽ കോളേജിൽ ആൽവിൻ ക്രിട്ടിക്കലാണെന്ന് അറിയുന്ന സമയം മുതൽ തന്നെ വളരെ വേദനയോടുകൂടിയായിരുന്നു ആളുകൾ പ്രാർത്ഥിച്ച് കാത്തിരുന്നത്. പിന്നീട് ആൽവിൻ്റെ ബന്ധുക്കളുടെ ആഗ്രഹപ്രകാരം തന്നെ എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. പക്ഷേ വ്യാഴാഴ്ചയാണ് ആൽവിൻ നമ്മളോട് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. ഇപ്പോൾ ഇവിടുത്തെ പൊതുദർശനം തുടരുകയാണ്. അതിനുശേഷം ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആൽവിൻ പഠിച്ച +2 വരെ പഠിച്ച സ്കൂളാണ് സെൻറ്റ് അലോഷ്യസ് സ്കൂൾ. അവിടേക്ക് പോകും. അവിടെ 100 കണക്കിന് വിദ്യാർത്ഥികൾ, കൂടെ പഠിച്ച വിദ്യാർത്ഥികളടക്കം ഇന്ന് അവിടെ ആൽവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് അവിടേക്ക് ഒഴുകിയെത്തും. കഴിഞ്ഞ ദിവസം ആൽവിൻ്റെ വീട്ടിലും ഒപ്പം തന്നെ എടത്വയിലെ സ്ഥലങ്ങളിലും പൊതുദർശനം വെച്ചു. അവിടെ 100 കണക്കിന് ആളുകൾ ആൽവിനെ കാണാനെത്തി. ഇപ്പോഴിവിടെ ഈ ഗ്രാമത്തിൽ ആൽവിനെ അറിയാവുന്ന ഒരുപാട് ആളുകളാണ് ആൽവിനെ ഒരു നോക്ക് കാണാൻ അവസാനമായി എത്തുന്നത്. ഇപ്പോൾ അനുസ്മരണം എന്ന രീതിയിൽ ആൽവിനെ അറിയാവുന്ന ആളുകൾ ആൽവിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ്. SKN ആൽവിൻ ജോർജിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് നാട് വിട ചൊല്ലാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളിലൂടെയാണ് മനീഷ് മഹിപാൽ യാത്ര ചെയ്തത്.